എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഗ്രീൻ പീസ് വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ്. തലേ ദിവസം തന്നെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ആയിരുന്നു ഇത്. അപ്പോൾ നന്നായിട്ട് തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പ്രഷർ കുക്കറിലിട്ട് വേവിക്കണം. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർക്കണം. പിന്നെ ഒരു തക്കാളിയുടെ ചെറിയ പീസ് കൂടെ ചേർക്കണം. ഇതിലേക്കൊരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മളിതൊരു 3-4 വിസിൽ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഗ്രീൻ പീസും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഒരു പാന് നമുക്ക് അടുപ്പത്ത് വെച്ച് ചൂടാക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏത് കുക്കിംഗ് ഓയിൽ വേണമെങ്കിലും ചേർക്കാം. എണ്ണ ചൂടാകുമ്പോൾ നമ്മളതിലേക്ക് കൊത്തി അരിഞ്ഞിട്ടുള്ള സവാളയാണ് ചേർക്കുന്നത്. ഇപ്പോൾ ഒരു വലിയൊരു സവാളയുടെ അരമുറി ചേർത്തിട്ടുണ്ട്. സവാള വഴറ്റുമ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഇളം ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്കിതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. നല്ലൊരു ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ഇതിലേക്ക് ആഡ് ചെയ്യാണ് ചെയ്യേണ്ടത്. മുഴുവൻ ഗ്രീൻ പീസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിൽ ഇത്തിരി വെള്ളം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വറ്റിയെടുക്കുന്നവരെ നമ്മളിങ്ങനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇതിലുള്ള വെള്ളം മൊത്തമായിട്ട് നമ്മൾ വറ്റിച്ചെടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഗ്രീൻ പീസൊക്കെ ഒന്ന് വേറിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു മുട്ട നമ്മൾ ഉടച്ച് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ഡയറക്റ്റായിട്ട് തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. മുട്ട ഒഴിക്കുന്ന സമയത്തൊരു മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിലോ ആക്കിയിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അത് പെട്ടെന്ന് തന്നെ ഇളക്കരുത്. ഒരു ഇത്തിരി സമയം വെച്ചിട്ട് ഒരു 30 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ നമ്മളൊരു സ്ക്രാമ്പിൾ എഗ്ഗ് ചെയ്യുന്ന രീതിയിലൊക്കെ ആയിട്ട് കിട്ടും. എന്നിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഇന്ന് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കാനൊക്കെ നല്ലത് നമുക്കിതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളാണ്. ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിക്ക് പിടിക്കും. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് എരിവിനാവശ്യമായിട്ടുള്ള കുരുമുളകിൻ്റെ പൊടി കൂടെ ചേർക്കുകയാണ്. അത് നമ്മുടെ എരിവിനനുസരിച്ച് കൂടുതലായിട്ടും കുറവായിട്ടൊക്കെ ചേർക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് സെർവ് ചെയ്യാവുന്നതാണ്. വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്